പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, നമ്മൾ ഓൾറെഡി ഇപ്പോൾ UGC നെറ്റ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നവരായിരിക്കും കുറെ പേര് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 26-ാം തീയതി നമ്മുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ വർക്കിന്റെ നെറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. കുറെ പേര് ഇപ്രാവശ്യം നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ആവട്ടെ. എങ്കിലും വിചാരിച്ച പോലെ കുറച്ച് പേർക്കൊന്നും എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. എക്സാം സെക്കൻഡ് പാർട്ട് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു, പക്ഷെ ഫസ്റ്റ് പാർട്ട് കുറച്ചും കൂടെ ആസ് യൂഷ്വൽ വരുന്നതിനൊക്കെ മോഡറേറ്റ് കുറച്ചും കൂടെ ടഫായിട്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിവേ, എന്തായാലും നിങ്ങളുടെ എഫേർട്ടിനുള്ളത് എന്തായാലും നിങ്ങൾക്ക് കിട്ടട്ടെ. നമുക്ക് എന്തായാലും ഇനി നമുക്കറിയാം, ഇപ്പോൾ ജൂണിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സൈക്കിളിൽ വരുന്ന ഡിസംബറിൽ എന്തായാലും UGC നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇനി ഒരു 6 മാസം കൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ട് ഡിസംബറിലെ UGC നെറ്റിന്റെ ആ ഒരു ഡിസംബർ സൈക്കിളിലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടില്ല. സോ നമ്മൾ മെമ്മറി ബേസ്ഡ് ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഏതൊക്കെ പോർഷനിൽ നിന്നാണ്, ഏതൊക്കെ സിലബസിന്റെ ഏതൊക്കെ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഓക്കെ, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നോക്കിയേ, നമുക്ക് 6 മാസം കൊണ്ട് ഇപ്പോഴേ നമ്മൾ ജൂലൈ തുടങ്ങിയിട്ട് ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള ആ ഒരു ടൈം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചോദ്യങ്ങളും എന്തൊക്കെയായിരുന്നു കുറച്ച് ആ ഒരു സിലബസിന്റെ ഭാഗങ്ങളും നമുക്ക് അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി, നമുക്ക് എന്തായാലും നോക്കല്ലേ. നോക്കിയാൽ നമുക്ക് അറിയുന്നതാണ് സോഷ്യൽ വർക്ക് അതല്ലെങ്കിൽ നമ്മുടെ നെറ്റ് എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് എത്ര ചോദ്യം വരുന്നത്? 150 ചോദ്യമാണ് വരുന്നത്. ഇത് ആക്ച്വലി ഇതുവരെ എക്സാം എഴുതാത്തവർക്കും കൂടി വേണ്ടി പറയാണ്. 150 ചോദ്യമാണ് നമുക്ക് ആകെ മൊത്തം വരുന്നത്. അതിൽ 50 ചോദ്യം എന്ന് പറയുന്നത് പേപ്പർ 1 ആണ്, ജനറൽ പാർട്ടാണ് വരുന്നത്. അത് നെറ്റിന്റെ എല്ലാവർക്കും ഒരേ സിലബസ് വെച്ച് പഠിക്കുന്നതാണ്. നെറ്റ് എഴുതുന്ന എല്ലാ വിഷയത്തിലും നെറ്റ് എഴുതുന്നവർക്കും ഒരേ സിലബസ് ആണ് വരുന്നത് ജനറൽ പാർട്ടിന്, അല്ലെ? അത് ആദ്യത്തെ ഒരു 50 ചോദ്യമാണ് വരുന്നത്. പിന്നീടുള്ള 100 ചോദ്യമാണ് നമ്മുടെ സബ്ജക്ട് പേപ്പർ എന്ന് വരുന്നത്. ഇപ്പൊ സോഷ്യൽ വർക്കിന് നമുക്ക് സോഷ്യൽ വർക്കിന്റേതായിട്ടുള്ള എത്ര ചോദ്യങ്ങൾ വരുന്നുണ്ട്? മൊത്തം 100 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒരു ടോട്ടൽ 3 അവറിന്റെ എക്സാം ആണ് നമുക്ക് വരുന്നത്. 3 അവറിന്റെ എക്സാമിൽ നോക്കിക്കോ, നമ്മൾ വേണമെങ്കിൽ ഒരു 1 അവർ ഒരു 50 വെച്ച് ചോദ്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 അവർ നമ്മൾ എന്തിന് കൊടുക്കണം? ജനറൽ പാർട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 മണിക്കൂർ നമുക്ക് ഏത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടും? സോഷ്യൽ വർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് പേപ്പർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെ? 2 മാർക്കാണ്, ഒരു കറക്റ്റ് ആൻസറിന് 2 മാർക്കാണ് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയണതാണ്. സോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അല്ലെ? എല്ലാ ചോദ്യം കമ്പൽസറി ആണ്. നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ചോദ്യമൊന്നും ഇല്ല, അല്ലെങ്കിൽ 5 എണ്ണം എഴുതിയാൽ മതി എന്നുള്ള സംഭവമൊന്നും ഇല്ല. 100 ചോദ്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിലെ 100 ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് തന്നെയാണ് വരുന്നത്, അല്ലെ? അതിലൊരു 10 മാർക്കിന്റെ ഒരു കോംപ്രഹെൻഷൻ വരുന്നുണ്ട്, പാസേജ് വായിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ കോംപ്രഹെൻഷൻ വായിച്ചവർക്ക് അറിയാം, ഡയറക്റ്റ് കോംപ്രഹെൻഷൻ അല്ലായിരുന്നു, അല്ലെങ്കിൽ ആ പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം, അല്ലെ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നോ യുവർ സിലബസ് എന്നുള്ളതാണ്. നമ്മൾ സിലബസ് എന്താണെന്നുള്ള നമുക്കറിയാം, നെറ്റിന്റേതായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അപ്പോൾ കുറെ പേർക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സിലബസ് നോക്കിയിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ നെറ്റിന്റെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും. അത് ആക്ച്വലി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ നെറ്റിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താണ്, നമ്മൾ എപ്പോഴും സിലബസും കൂടെ നമ്മൾ നോക്കണം. നമുക്കറിയാം, NTA വെബ്സൈറ്റിൽ കയറി നോക്കി കഴിയുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ് എന്നുള്ള രീതി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ സിലബസിൽ നമുക്കറിയാം ഒരു 10 മൊഡ്യൂളാണ് വരുന്നത്. ഈ 10 മൊഡ്യൂൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇതുവരെ പഠിക്കാത്ത സംഭവങ്ങളൊന്നും അല്ല. നമ്മൾ MSWയിൽ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള കുറെ സംഭവങ്ങൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതിന്റെ തന്നെ കുറച്ചും കൂടെ ഒരു ഇൻ ഡീറ്റെയിൽ എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താ? ഈ ഒരു 10 മൊഡ്യൂളും എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. ഇത് എന്തിനാ നമ്മൾ നോക്കുന്നത്? നമുക്കറിയാം, ഈ 10 മൊഡ്യൂളിൽ ചിലപ്പോൾ ചില മൊഡ്യൂൾസ് ഒക്കെ വളരെ ഇപ്പൊ നമുക്കറിയാം സ്ട്രെങ്ത് ആയിരിക്കും. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേസ് വർക്കിന്റെ ഭാഗം വരികയാണ്, അതല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്കിന്റെ ഭാഗം വരികയാണ്. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര നന്നായിട്ട് അറിയാം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ എന്താണ്, അപ്പൊ ആ കേസ് വർക്കിന്റെയും ഗ്രൂപ്പ് വർക്കിന്റെയും മൊഡ്യൂൾ എന്റെ സ്ട്രെങ്ത് ആണ് എന്ന് എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു ലീഗൽ ആസ്പെക്ട്, അതല്ലെങ്കിൽ ലോസും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമുണ്ട്, അതെന്റെ അത്ര ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താണ്, അപ്പൊ അതാണ് എന്റെ വീക്കർ ഏരിയ. അപ്പൊ എനിക്ക് ഈ മൊഡ്യൂളിൽ എന്നെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ മൊഡ്യൂൾസ് ഒക്കെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്, അപ്പൊ എനിക്ക് ഈ മൊഡ്യൂൾസ് എന്നൊക്കെ കുറച്ചും കൂടെ കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വീക്കർ ആയിട്ടുള്ള മൊഡ്യൂൾസിലേക്ക് എനിക്ക് കൂടുതൽ എഫേർട്ട് ഇടണം, വേണ്ടേ? അപ്പൊ ആ മൊഡ്യൂൾസ്, ഇപ്പൊ വീക്കർ ആയിട്ടുള്ള മൊഡ്യൂൾ ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള കൂടുതൽ കുറെ സാധനങ്ങൾ കാണണം. നമ്മൾ എപ്പോഴും എന്താ പറ്റുക, നമ്മൾ ഈ സിലബസ് നോക്കാതിരിക്കും, എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, നമ്മൾ അത് എപ്പോഴും ഇങ്ങനെ പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കും, അല്ലെ? ഇപ്പൊ കേസ് വർക്കാണ് എനിക്ക് അറിയുന്നത് വെച്ചാൽ, ഓക്കെ, കേസ് വർക്കിന്റെ കുറെ സാധനങ്ങൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടി തട്ടി വെക്കും.
അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ നോക്കുകയില്ല, നമ്മുടെ സിലബസിന്റെ ഭാഗമാണ് അതെന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ പോകും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, സിലബസ് എപ്പോഴും കറക്റ്റ് ആയിട്ട് നോക്കുക. സിലബസ് നോക്കിയിട്ട് അതിൽ നമ്മളുടെ സ്ട്രെങ്ത് വേർഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മൊഡ്യൂളാണ് നമുക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ളത്, ആ മൊഡ്യൂൾസ് ഒക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്ത് വെക്കുക. വീക്കർ ആയിട്ടുള്ളതിൽ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് അത് കൂടുതൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ട്രെങ്ത് ആയി, ആ വീക്ക്നെസ് മാറ്റി നമ്മുടെ സ്ട്രെങ്ത് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. സിലബസ് എപ്പോഴും എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു സിലബസിൽ നമുക്ക് മൊത്തം ഒരു 10 മൊഡ്യൂളോളമാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 10 മൊഡ്യൂളിൽ ഇപ്രാവശ്യം നമ്മളുടെ ഈ ഒരു ജൂൺ സൈക്കിളിൽ നടന്ന എക്സാമിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമുക്ക് എല്ലാ ചോദ്യമൊന്നും കിട്ടില്ല, നമുക്ക് ആ ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് ആ ഒരു വെയിറ്റേജ് ഏതൊക്കെ മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിയേ, ഫസ്റ്റത്തെ മൊഡ്യൂള് നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഹിസ്റ്ററി, അതേപോലെ തന്നെ സോഷ്യൽ വർക്കിന്റെ ഡെഫിനേഷൻ, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മൊഡ്യൂളിലാണ്. ഇപ്രാവശ്യം ഇതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഹിസ്റ്ററി പോർഷൻ എന്നാണ്. സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കിന്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഇയർ തന്നിട്ട് അതിൽ തെറ്റായിട്ടുള്ള ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അല്ലെ, ഒരു പെയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇയർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഏതായിരുന്നു റോങ് ഓപ്ഷൻ ഉള്ളതെന്നായിരുന്നു കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ, സോഷ്യൽ ഡയഗ്നോസിസ് ആരാണ് എഴുതിയിട്ടുള്ളത്, ആ ഒരു പുസ്തകത്തിന്റെ ഓഥർ ആരാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ സോഷ്യൽ വർക്കിന്റെ വളരെ ബേസിൽ പഠിക്കുന്ന ഒരു സാധനമാണ്. സോഷ്യൽ ഡയഗ്നോസിസ് മേരി റിച്ച്മണ്ട് ആണ് എന്നുള്ളൊരു സാധനം നമുക്ക് എന്താ പറയാ, ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ലിറ്ററേച്ചറിൽ വരുന്നതാണ് ഏതൊക്കെ സോഷ്യൽ ഡയഗ്നോസിസ് ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ അതും വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, കേസ് വർക്ക് എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജി ആദ്യം എവിടെയാണ് രേഖപ്പെടുത്തിയത്, അതിനൊക്കെ ഈ സോഷ്യൽ ഡയഗ്നോസിസ് എന്നുള്ള ഒരു സാധനം ഉത്തരം വരാം. പക്ഷെ അങ്ങനെ ഒന്നുമല്ല ചോദിച്ചത്, നേരത്തെ ആയിരുന്നു ചോദിച്ചത് സോഷ്യൽ ഡയഗ്നോസിസ് എഴുതിയത് ആര്, മേരി റിച്ച്മണ്ട് അല്ല. അപ്പൊ ആ ഒരു അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ, തീംസ് ഓഫ് സോഷ്യൽ വർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മളുടെ 2025, 24, 23, 22 ഈ 4 വർഷത്തെയും സോഷ്യൽ വർക്കിന്റെ തീംസ് വന്നിട്ടുണ്ടായിരുന്നു. മാച്ച് ഫോളോയിങ് ആയിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു ഇപ്പൊ ഇപ്രാവശ്യത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഇന്റർ ജനറേഷൻ സോളിഡാരിറ്റി ആയിരുന്നു ഇപ്രാവശ്യത്തെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തായിരുന്നു, ബിയോണ്ട് ബിവിയർ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അതിന്റെ മുന്നേ എന്തായിരുന്നു, ജോയിന്റ് ആക്ഷൻ വഴിയുള്ള ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഈ ഒരു വർഷത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചും കൂടെ സുഖമായിരുന്നു. 1-2 വർഷത്തെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് മാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. മാച്ച് ഫോളോയിങ് തന്നെ ആയിരുന്നു എന്നാണ് ഒരു ഓർമ്മ അല്ലെ. അപ്പൊ അതൊക്കെ നല്ലപോലെ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി വളരെ ബേസിക് ആയിട്ടുള്ള ഇത്തരം ചോദ്യങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓവർ ടഫ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. നമ്മളൊന്ന് കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആയിരുന്നെങ്കിൽ കിട്ടേണ്ടിരുന്നതായിട്ടുള്ള ഒരു മൊഡ്യൂൾ ആയിരുന്നു അത് അല്ലെ. ഓക്കെ, നമുക്ക് അടുത്ത മൊഡ്യൂളിൽ നോക്കി നോക്കാം. രണ്ടാമത്തെ യൂണിറ്റ് എന്തായിരുന്നു, സൊസൈറ്റി, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ഇതൊന്നും അധികം ടഫ് ആയിട്ടുള്ള ചോദ്യമൊന്നും അല്ല ഉണ്ടായിരുന്നത് അല്ലല്ലോ. നമുക്കറിയാം എറിക്സൺ ഒക്കെ നമ്മൾ MSW പഠിച്ച കാലം തൊട്ടിട്ടേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പേര്. എറിക്സണും സിഗ്മണ്ട് ഫ്രോയിഡും എപ്പോഴും വരുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് അവരുടെ അടുത്ത് നിന്നുള്ള അല്ലെ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പ്രിപ്പയർ ആയിട്ടായിരിക്കും അതിന് പോകുന്നുണ്ടാവുക. അപ്പൊ നോക്കി, എറിക്സന്റെ നമുക്ക് പ്രാവശ്യം 2 ചോദ്യം ഉണ്ടായിരുന്നു. ഒന്ന് പ്രീ സ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ പ്രീ സ്കൂൾ സ്റ്റേജിൽ വരുന്നത് ഏതാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ആദ്യം ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഒരു 1.5 വയസ്സ് വരെ, അത് കഴിഞ്ഞ് 1.5 to 3 വയസ്സ് വരെ ഇത് വരുന്നുണ്ട്, ഓട്ടോണമി വേഴ്സസ് ഷെയിം വരുന്നുണ്ട്. 3 വയസ്സ് തൊട്ടിട്ടുള്ള ആ ഒരു പ്രീ സ്കൂൾ സ്റ്റേജിൽ ഏതാ വരുന്നത്, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്നുള്ള ആ ഒരു സംഭവമാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ശരി, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ തന്നെ അസെൻഡിങ് ഓർഡറും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. അപ്പൊ ഇതിന്റെ തന്നെ ഒരു അസെൻഡിങ് ഓർഡറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമല്ലേ ഉണ്ടായിരുന്നു, അത്ര ബുദ്ധിമുട്ടിക്കുന്നതല്ലായിരുന്നു, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാൾ മാർക്സിന്റെ ഒരു ചോദ്യം വന്നത്, എനിക്ക് തോന്നുന്നു കാൾ മാർക്സിന്റെ കൺസെപ്റ്റ് ആയിരിക്കാം ചോദിച്ചിട്ടുണ്ടായിരിക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും, അതും എല്ലാവർക്കും ഒരുവിധം അറിയണതാണ് അല്ലെ. ഈഡിപ്പസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയൊക്കെ വെച്ചിട്ട് കുറെ പേര് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഈഡിപ്പസ് എന്ന് പറയുന്നത് എന്താ, ആൺകുട്ടികൾക്ക് അമ്മമാരോട് ഉണ്ടാവുന്ന ഒരു സ്പെഷ്യൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈഡിപ്പസ് കോംപ്ലക്സ്. ഇലക്ട്ര കോംപ്ലക്സ് ആണെങ്കിൽ വൈസ് വേഴ്സ, പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് ഉണ്ടാവുന്നതാണ്. ആ ഒരു സംഭവം നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് 2 എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യൂണിറ്റ് 1 ആണെങ്കിലും യൂണിറ്റ് 2 ആണെങ്കിലും ഒരുപാട് അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടില്ല. കമ്പാരിറ്റീവ്ലി ജനറൽ ഇപ്രാവശ്യം പേപ്പർ 2 കുറച്ചും കൂടി എളുപ്പമായിരുന്നു എല്ലാവർക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കേൾക്കാത്ത കാര്യങ്ങൾ കുറവായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കൂടുതലും അറിയുന്നതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ഒപ്പീനിയനാണ് പൊതുവെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന്.
ഇനി നോക്കിക്കേ മൂന്നാമത്തെ മൊഡ്യൂൾ എന്താ? സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്. ഇവിടെയാണ് നമ്മുടെ കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും ഒക്കെ നമ്മൾ വരുന്നത് അല്ലെ. കേസ് വർക്കും ഗ്രൂപ്പ് വർക്കിന്റേതായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പൊ ഇത് കുറെ പേർക്കൊക്കെ എന്താണ്, ഈ ഒരു മൊഡ്യൂൾ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കാരണം കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും നമ്മൾ ഓരോ പേപ്പർ ആയിട്ട് തന്നെ നമ്മൾ MSWയിലൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം. MSW ഈ നെറ്റിന്റെ സിലബസിൽ നമ്മുടെ കുറെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ് തന്നെ. അപ്പൊ കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും, അടുത്തത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഒരു മൊഡ്യൂൾ ഉണ്ട്, പിന്നെ നമ്മുടെ റിസർച്ചിന്റെ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്, പിന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു 6 മെത്തേഡ് തന്നെയാണ് ഇതിന്റെ ഓരോ മൊഡ്യൂളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിയാൽ ഇവിടെ കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും ഒരു മൊഡ്യൂളായിട്ടാണ്, ഒരു ക്ലബ് ചെയ്തിട്ട് ഒരു മൊഡ്യൂളായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ മൊഡ്യൂൾ എന്താണ്, കുറെ പേരെ സ്ട്രെങ്ത് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്കാ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്രാവശ്യം അല്ലെ. എന്തായിരുന്നു ഫെലിക്സ് ബിസ്റ്റിക്കിന്റെ പ്രിൻസിപ്പിളിൽ പെടാത്തത് ഏതായിരുന്നു എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കേസ് വർക്കിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് പഠിക്കുന്ന ഏതൊക്കെ വരുന്നത്? ഒന്ന് ഇൻഡിവിജ്വലൈസേഷൻ വരുന്നുണ്ട്, ആക്സെപ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെ ഏതാ വരുന്നത്? നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് വരുന്നുണ്ട്, കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്, പിന്നെ ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി. ഇങ്ങനെ ഒരു 7 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വരാത്ത ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷനിലെന്ന് തോന്നുന്നു. നമുക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു 7 പ്രിൻസിപ്പിൾ ആയിരുന്നു ഏത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഫെലിക്സ് ബിസ്റ്റിക് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യം കുറെ പേരെ കുഴപ്പിച്ച ഒരു സംഭവമായിരുന്നു ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും. ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതൊരു പാരഗ്രാഫ് വേർഷനിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം കോംപ്രഹെൻഷനിലായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനത്തെ പാർട്ടിൽ വരുന്ന കോംപ്രഹെൻഷനിലായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ എന്താണ്, ആ ഒരു പാരഗ്രാഫ് എന്നുള്ള ചോദ്യം എന്നുള്ളതിനപ്പുറം അത് കുറച്ചും കൂടെ എന്താണ്, ഈ ട്രാൻസ്ഫറൻസിനെയും കൗണ്ടർ ട്രാൻസ്ഫറൻസിനെയും ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കുറച്ച് പേർക്ക് കോംപ്രഹെൻഡ് ചെയ്തെടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ പ്രിൻസിപ്പിൾസിന്റെ ഓർഡറിംഗ് ആയിരുന്നു അല്ലെ. കറക്റ്റ് നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ ചോദിക്കൽ കുറവാ അല്ലെ. പ്രിൻസിപ്പിൾസ് തന്നിട്ട് അതിന്റെ ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് അല്ലെ. ഇപ്പൊ ആ ഒരു നമ്മൾ സാധാരണ എങ്ങനെയാ, ചിലവരൊക്കെ പ്രിൻസിപ്പിൾസ് അങ്ങനെ ബൈഹാർട്ട് പഠിച്ചവർക്ക് അത് എന്തായാലും എളുപ്പം കിട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ പ്രിൻസിപ്പിൾസിന്റെ ഓർഡറിന് ഫോക്കസ് കൊടുക്കാതെ പ്രിൻസിപ്പിൾസ് എന്താന്നുള്ളത് ആ ഒരു കണക്ഷൻ ഒക്കെ വെച്ച് പഠിച്ചവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇത് അല്ലേ. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ഓർഡർ ചെയ്യാനായിരുന്നു ഗ്രൂപ്പ് വർക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്മോൾ ഗ്രൂപ്പ് ഫോർമേഷന്റെ പ്രോസസ്സും കാര്യങ്ങളും, പിന്നെ ഗ്രൂപ്പ് കോഹിഷനും ഗ്രൂപ്പ് സ്ട്രക്ചറും, അതൊരു മാത്സ് ഫോളോയിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വേറെയും 2 സംഭവങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ ഇപ്പൊ നിലവിൽ. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു മൊഡ്യൂളിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പാരിറ്റീവ്ലി അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഈ ഒരു ഓർഡറിങ്ങും പിന്നെ അതേപോലെ സ്മോൾ ഗ്രൂപ്പ് ഫോർമേഷൻ ഒക്കെ ആയിരിക്കും കുറച്ചും കൂടെ ആദ്യമായിട്ട് കേൾക്കുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതും ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, എന്നാലും നമുക്ക് പറയാൻ പറ്റുന്നത് കുറച്ചും കൂടെ അതൊക്കെയായിരുന്നു. ഇത് കുറച്ചൊരു മോഡറേറ്റ് ലെവലിലായിരുന്നു എന്ന് പറയാം അല്ലെ. അപ്പൊ ഇത്രയാണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ടൊക്കെ നെറ്റ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ നോക്കിയേ, നമുക്ക് അത്ര ഒരു ബാലികേറാ മലയൊന്നും അല്ല ഈ UGC നെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു കറക്റ്റ് നമുക്ക് ഇത്ര ടൈം മാനേജ്മെന്റ് ഒക്കെ വെച്ച് നമ്മൾ ആ ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ നെറ്റിലേക്ക് എത്താനുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് അല്ലെ. ശരി, അടുത്ത മൊഡ്യൂൾ നോക്കിയാൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ. നമ്മൾ അടുത്ത നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിനെ വെച്ചിട്ടുള്ളതാണ് 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിന്ന് കമ്പാരിറ്റീവ്ലി ചോദ്യങ്ങൾ കുറവായിരുന്നു എന്നുള്ളതാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ ആക്ഷൻ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരുപാട് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. നമുക്ക് സാധാരണ എപ്പോഴും നെറ്റിന് ചോദിക്കാറില്ല എങ്ങനെയാ, കുറെ പുസ്തകങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. ഇന്ന ബുക്കിന്റെ ഓഥർ ആരാണ്, അതല്ലെങ്കിൽ ബുക്കുകളിലെ പബ്ലിഷ് ചെയ്ത ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാറുണ്ട്. മാച്ച് ഓഫ് ഫോളോയിങ് വരലുണ്ട് ബുക്കുകളും അവരുടെ ഇയർ ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി അങ്ങനത്തെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. മറിച്ച് എങ്ങനത്തെ ചോദ്യമായിരുന്നു, ഫുൾ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ചോദ്യങ്ങളായിരുന്നു. ഇപ്പോ ചില എന്താ പറയാ പ്രോസസ്സ് തന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ഓർഡർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചില പ്രിൻസിപ്പിൾസ് തന്നിട്ട് അത് ഓർഡർ ആക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം ചോദ്യങ്ങൾ, അപ്പൊ സോഷ്യൽ ആക്ഷനിൽ അതുപോലത്തുള്ള ഒരുപാട് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, റോത്ത്മാന്റെ മോഡൽസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു റോത്ത്മാന്റെ മോഡൽസ് ഉണ്ടായിരുന്നത്? ലൊക്കാലിറ്റി ഡെവലപ്മെന്റ് മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ സോഷ്യൽ ആക്ഷൻ മോഡൽ ഉണ്ടായിരുന്നു, പിന്നെന്താ സോഷ്യൽ പ്ലാനിംഗ് മോഡൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 3 മോഡലായിരുന്നു ആര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു? റോത്ത്മാൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്? അതിൽ പെടാത്തത് ഏതായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നു. ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ റോത്ത്മാൻ പ്രപ്പോസ് ചെയ്യാത്തത് ഏതാന്നുള്ളതായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ സോഷ്യൽ ആക്ഷന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ആക്ഷൻ എന്താണ് എന്നുള്ളൊരു സാധനം ഡയറക്റ്റ് ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഓർഡറിങ് ചോദ്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു. സോഷ്യൽ ആക്ഷന്റെ എന്താ പറയാ ഇംപ്ലിമെന്റേഷൻ ടീം, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും കറക്റ്റ് ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് വെക്കാം കേട്ടോ. ശരി, അടുത്ത് നോക്കല്ലേ നമുക്ക്
റിസർച്ച് നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മൊഡ്യൂളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 5 അല്ലെങ്കിൽ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതിന്റെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പേപ്പറിലും കുറച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനും ഒരു പരിധി വരെ അല്ലെങ്കിൽ അതിലെ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ നമ്മൾ ജനറൽ റിസർച്ചിന്റെ കാര്യങ്ങൾ ജനറലി റിസർച്ചിന്റേതായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സോഷ്യൽ വർക്കിന്റെ കോണ്ടെക്സ്റ്റിലാണ് പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്താണ് റിസർച്ചിന്റേതായിട്ടുള്ള ബേസിക് ഐഡിയാസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു മൊഡ്യൂൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യണമെന്ന് ഏതെങ്കിലും മൊഡ്യൂൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ സ്കിപ്പ് ചെയ്യണമെന്ന് ഏതെങ്കിലും മൊഡ്യൂൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും ഈ ഒരു മൊഡ്യൂൾ ആവാതിരിക്കണം. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൊഡ്യൂളാണ് റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക്. നമുക്കറിയാം ഒരു PhD അപ്ലിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ PhD നല്ല അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെറ്റ് ആണെങ്കിലും JRF ആണെങ്കിലും ഇതിന്റെ ഒക്കെ ഒരു മാൻഡറ്ററി സംഭവം എന്താ റിസർച്ച് ആണ് അല്ലേ. അപ്പൊ നോക്കി ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെൽഫി ടെക്നിക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽഫി ടെക്നിക് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് എനിക്കറിയില്ല. ഡെൽഫി ടെക്നിക്കിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഡെൽഫി ടെക്നിക്ക് ചോദിച്ചിട്ടുണ്ടാവും. മേ ബി ഡെൽഫി എന്ന് പറയുന്നത് എക്സ്പേർട്ട് പാനലിന്റെ അടുത്ത് നമ്മൾ ഒപ്പീനിയൻസ് എടുക്കുന്ന ഒരു സംഭവമാണ് വരുന്നത്. മേ ബി ഡെൽഫി ടെക്നിക്ക് എന്താണെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ അങ്ങനെ തന്നിട്ട് അതിന്ന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് എന്താണ് ആ ഒരു ടെക്നിക് എന്നുള്ളതായിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക. പിന്നെ ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷനെ കുറിച്ചിട്ട് ഇപ്രാവശ്യം ചോദ്യം ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ ടൂളും ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് അറിയുന്നതാണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഒബ്സർവേഷൻ മെത്തേഡ് നമുക്കറിയാം. കോംപ്രഹെൻഷനിൽ ഇപ്രാവശ്യം ഒബ്സർവേഷൻ മെത്തേഡിനെ കുറിച്ചിട്ടുള്ളായിരുന്നു ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്രഹെൻഷൻ ചോദ്യം പാരഗ്രാഫും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഒബ്സർവേഷൻ മെത്തേഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്ന നമുക്ക് പാസേജ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചോദ്യങ്ങൾ പാസേജിൽ നിന്നും കുറച്ചും കൂടെ ഈ ഒരു ഒബ്സർവേഷൻ മെത്തേഡിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ട്സിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറെ പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നോക്കി നോക്കുക അങ്ങനെ ഒരു ഒബ്സർവേഷൻ മെത്തേഡിനെ കുറിച്ച്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകണം. കാരണം നമ്മൾ ഇത് ഔട്ട് ഓഫ് സിലബസ് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലല്ലോ ഇത്. സിലബസിൽ ഉള്ളതാണ് ഒബ്സർവേഷൻ മെത്തേഡ് ആയിക്കോട്ടെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനിലൊക്കെ വരുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയും കോംപ്രഹെൻഷന് ഡയറക്റ്റ് ആയിട്ട് തന്നെ വരണം. നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു അല്ലെ. പിന്നെ എക്സ്പ്ലോറേറ്ററിയും എക്സ്പ്ലനേറ്ററിയും ഈ ചോദ്യം എനിക്ക് തോന്നുന്നു രണ്ടിനും ഒരേ ഓപ്ഷൻസ് ആയിരുന്നു. ആദ്യം നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണെന്ന് ചോദിച്ചു, 4 ഓപ്ഷൻ തന്നു. എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്താണെന്ന് ചോദിച്ചു, അതിനും 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ. 4 ഓപ്ഷൻസും രണ്ടിന്റെയും സെയിം ആയിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണം എക്സ്പ്ലോറേറ്ററി ആണ്, ഒന്ന് എക്സ്പ്ലനേറ്ററി ആണ്. നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റണം. എക്സ്പ്ലോറേറ്ററി എന്താ, നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രം അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ഇൻഫർമേഷൻ അവൈലബിൾ അല്ലാത്തൊരു ഏരിയനെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാം. അതല്ല എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയ സ്ഥലത്ത് എന്താ നമ്മൾ എക്സ്പ്ലോറിങ്, നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടില്ലേ, ഐ എം എക്സ്പ്ലോറിങ് ദിസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താ എക്സ്പ്ലോർ ചെയ്യാണ്, നമ്മൾ പുതിയതായിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിക്കുകയാണ് അല്ലെ. എന്താ എക്സ്പ്ലനേറ്ററി എന്താ, അതിന്റെ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എക്സ്പ്ലനേറ്ററി. എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്, ഒരു റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അതങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളവർക്ക് എന്തായാലും അത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ സാമ്പിളിംഗ് ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, എനിക്ക് തോന്നുന്നു സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിന്റെ ഒക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സാമ്പിളിംഗ് ഓർഡറിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഇങ്ങനെ എങ്ങനെയാണ് സാമ്പിളിംഗ് ചെയ്യുക എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യുക, സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഏത് മെത്തേഡാണ് വേണ്ടത്, എത്ര നമ്പർ ഓഫ് സാമ്പിൾ വേണം, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു അസെൻഡിങ് ഓർഡർ എന്നുള്ള ഒരു സാധനം നമ്മൾ പറഞ്ഞില്ലേ, കുറെ അസെൻഡിങ് ഓർഡർ ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രയാങ്കുലേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രയാങ്കുലേഷൻ എക്സാമ്പിൾ അല്ലാത്ത ഏതാ, തിയററ്റിക്കൽ ട്രയാങ്കുലേഷൻ, മെത്തഡോളജിക്കൽ ട്രയാങ്കുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ചോദ്യങ്ങൾ മാത്രം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട് റിസർച്ചിന്റെ. ഇത് നമ്മൾ എന്താ മെമ്മറി ബേസ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള, നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒബ്സർവേഷൻ മെത്തേഡിൽ മാത്രം 5 ചോദ്യം. ഇപ്പൊ നോക്കി 5, 6, 7, 1, 2, 7, 8, 9, 10, 11, 12 ചോദ്യം നമുക്ക് ഇങ്ങനെ ഓർമ്മയെന്ന് മാത്രം എടുത്തിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഒന്ന് നോക്കി നോക്ക്, ഇത് ഇങ്ങനെയല്ലാതെ അപ്പൊ നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തോരം ചോദ്യം വന്നിട്ടുണ്ടാവും. 100 ചോദ്യത്തിൽ ഒരു 10% ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാത്രം വന്നു കഴിഞ്ഞു. ഇപ്പൊ 10% കൂടുതൽ, 12% ഇതിന്ന് നമുക്ക് കിട്ടിയപ്പോ. ഈ ഒരു മൊഡ്യൂൾ അത്രയും വെയിറ്റേജ് ഉള്ളതാണ്. നമ്മൾ അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കാം. ഓക്കെ. പിന്നെ യൂണിറ്റ് 6, 7 നമ്മൾ അത് ഒരുമിച്ച് ക്ലബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേഷൻ വെൽഫെയർ ഡെവലപ്മെന്റ് സർവീസ് ആണ് യൂണിറ്റ് 6 വരുന്നത്. 7 സോഷ്യൽ പ്ലാനിംഗ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ പോളിസി, പ്ലാനിംഗ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് 7ാമത്തെ മൊഡ്യൂൾ വരുന്നത്. ഇതെന്നായിരുന്നു കുറച്ചും കൂടെ നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ എപ്പോഴും ചോദിക്കുന്ന ഒരു സെയിം സാധനമാണ് അല്ലെ, പോഡ്സ്കോപ്പ് എന്ന് പറയുന്നത്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്. ഇതിൽ ഈ സി കഴിഞ്ഞിട്ടുള്ള ഓ ആണ് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അത് ഒറ്റ ടേം ആണ്, സി കുഞ്ഞ ഓ ആണ്, അത് കോർഡിനേഷന്റെ ആണ് വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഓക്ക് എന്താണ് എക്സ്പ്ലനേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ അതൊരു ഓക്കെ അവിടെ എന്തെങ്കിലും ഓ വരുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് വേണ്ട. റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, അതാണ് പോഡ്സ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു അക്രോണിമിന്റെ എക്സാക്ട് സാധനം വരുന്നത്. ഡൗട്ട് ഇല്ലായിരിക്കുക. പോഡ്സ്കോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് അത് കേട്ടോ. അത് എന്തായാലും ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ എപ്പോഴും വരുന്നതാണ്. പോഡ്സ്കോപ്പ് എന്താ, പോഡ്സ്കോപ്പ് എന്താന്നുള്ളത് അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ചോദ്യം വരും.
പിന്നെന്താ 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസ് നമുക്ക് അത് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു ഇപ്രാവശ്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഒരു 3 ചോദ്യത്തിൽ ഒരു ചോദ്യം ഭയങ്കര സിമ്പിൾ ആയിരുന്നു, മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഒരു ഇപ്പുറത്തെ സൈഡിൽ ഒരു 4 5 ഇയർ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 4 5 ഇയർ പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഇയറുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാം, നമുക്ക് വലിയ പണിയില്ല അല്ലെ. ഇപ്പൊ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ എന്തായാലും രണ്ടാമത്തെ 5 ഇയർ പ്ലാനിന്റെ മുന്നേ ആയിരിക്കും നമുക്കറിയാം, അതെന്തായാലും മൂന്നാമത്തെ മുന്നേ ആയിരിക്കും നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇയറിന്റെ ആ ഒരു ഓർഡർ നോക്കിയാൽ തന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തായിരുന്നു 5 ഇയർ പ്ലാനിൽ വേറെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഒരു മോഡൽസ് തന്നിട്ടല്ലേ, ഹറോഡ് ഡോമർ മോഡൽ തന്നിട്ടുണ്ടായിരുന്നു, മെലഹനോവിസ് മോഡൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഏത് ഈ 5 ഇയർ പ്ലാൻ ആണ്. അപ്പൊ ഹറോഡ് ഡോമർ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ ആണ്, ഗരീബി ഹട്ടാവ് 5ാമത്തെയാണ്. അപ്പൊ ആ ഒരു ഓരോ 5 ഇയർ പ്ലാനും ഏത് മോഡലുമായിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ കോർ ഫോക്കസ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു 5 ഇയർ പ്ലാൻസിൽ കേട്ടോ. പിന്നെന്താ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അല്ലെ. 2 ചോദ്യമായിരുന്നു ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആയിരുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 16 എന്ന് പറയുന്നത് എന്തിനായിരുന്നു ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ആയിരുന്നു. മാച്ച് ഓഫ് ഫോളോയിങ്ങിലൊക്കെ നമ്മളൊരു കോഡൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിൽ 10 റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി ആണ്. അപ്പൊ ആ ഒരു 5ന്റെ നേരെ ഡബിൾ 10ലേക്ക് എത്തി നമ്മൾ. ഒന്ന് സീറോ ഹങ്കർ, നോ പോവർട്ടി, പിന്നെ സീറോ ഹങ്കർ വരുന്നത്, അങ്ങനെ ഹെൽത്ത് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ 13, 14, 15 ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13 ക്ലൈമറ്റ് ആക്ഷൻ, 14 എന്താ ലൈഫ് ബിലോ വാട്ടർ, 15 ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു 3 ഒരുമിച്ച് പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ അതിന്റെ ആ ഒരു സംഭവം ഒക്കെ കറക്റ്റ് ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടിയിട്ടുള്ളവർക്ക് എന്തായാലും ഈ 2 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെന്താ വെൽഫെയർ പ്രോഗ്രാംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തായിരുന്നു PMMVY ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിഷോർ ശക്തി യോജന ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയർ ഓഫ് സ്കീംസ് ICDS 1975ന്റെ പിന്നെ പ്രൊഫൈൽ ആക്സിസിന്റെ ഒക്കെ ഇയർ, അത് മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ പോളിസീസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽഫെയർ പ്രോഗ്രാംസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സ്പെക്ടഡ് ആണ് അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പോളിസി വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴും ചോദിക്കലുണ്ട്. മേ ബി അതിന്റെ ഇയർ ആയിരിക്കാം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവിന്റെ ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ ICDS ഒക്കെ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ് 1975 ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ICDS ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സ്പെക്ടഡ് ആയിരിക്കണം. ഇതേപോലെ നമ്മൾ ചോദിക്കാറുള്ളതാണ് മറ്റേ കുറെ ആവാസ് യോജനാസ് വരുന്നുണ്ട് ഇല്ലേ, വീട് വെച്ച് കൊടുക്കുന്നതിന്റെ കുറെ യോജനാസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ യോജനാസ് ഒക്കെ ഇപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ പുതുതായിട്ട് വരുന്ന യോജനാസും എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ശരി. പിന്നെ 8ാമത്തെ മൊഡ്യൂൾ നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര നമ്മൾ റിസർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ തന്നെ കൊടുക്കേണ്ട വേറൊരു മൊഡ്യൂളാണ് എന്തെന്ന് പറയുന്നത്. 8ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ഈ സംഭവം നിങ്ങൾ ഒരു വട്ടം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഉപകരിക്കുന്ന ഒരു സാധനം. വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒക്കെ ചോദ്യങ്ങൾ. ഇപ്രാവശ്യം നമ്മളോട് ഒരു എന്താ പറയാ PSC ലെവൽ അല്ലെങ്കിൽ ഒരു SSC ലെവൽ ചോദ്യം എന്നൊക്കെ പറയുന്ന പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്തെന്ന് പറയുന്നത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് രാമസുബ്രഹ്മണ്യം ആണ് വരുന്നത് NHRCയുടെ ചെയർമാൻ ആയിട്ട്. അങ്ങനെ ഒരു ചോദ്യം ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചോദ്യം ചോദിച്ചിട്ട്, എത്ര ചോദ്യം ചോദിച്ചു, 3 ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന്. എനിക്ക് തോന്നുന്നു 32 ഏതാണ് വരുന്നത്, ആർട്ടിക്കിൾ 32 ഏതാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി 14 മുതൽ 18 വരെയാണ് എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ ഈ ഒരു ചോദ്യം എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചേ വരുന്നുള്ളൂ, DPSP, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പിന്നെ കുറച്ച് അമെന്റ്മെന്റ്സ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് അമെന്റ്മെന്റ്സ്, ഇത്രയും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള കുറേയൊക്കെ സ്കോറിങ് നമുക്ക് എളുപ്പം കിട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതെന്തായാലും നമ്മൾ കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയും ഈ പറയുന്ന പോലെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും DPSP ആണ് ഇപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കാറ്. ഈ ഒരു 3 ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം മാൻഡറ്ററി ആയിട്ട് വരുന്നുണ്ട്. ഇപ്രാവശ്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം 3 ചോദ്യം ചോദിച്ചു അല്ലേ. അപ്പൊ എന്താണ്, ഈ ഒരു മൊഡ്യൂളും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തേ ഉള്ളൂ, അത് 6 ഫണ്ടമെന്റൽ റൈറ്റ്സേ ഉള്ളൂ, പക്ഷെ അത് പഠിച്ചാൽ നമുക്ക് 3 ചോദ്യം ഇവിടെ കിട്ടും, അതാണ്. ഓക്കെ, പിന്നെ 9, 10 ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന്റെ ഒരു ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ ലെവൽ എന്നുള്ളൊരു സംഭവമാണ്. ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് വർക്ക് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്,
അപ്പൊ അതിന്ന് കുറച്ചും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലൊക്കേഷൻസ് എന്ന് പറയുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓരോ ഇപ്പോൾ ബ്ലൈൻഡ് പേഴ്സൺസിനുള്ളത്, അതേപോലെ ഡെഫ് പേഴ്സൺസിനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോറി, അതിന്റെ ഒരു മാച്ച് ഫോളോയിങ് ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പേർട്ട് അനാലിസിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു പേർട്ട് എന്താണ്, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജേർണൽസ് ഓഫ് സോഷ്യൽ വർക്ക്, ഇയർ ബേസ്ഡ് ആയിട്ട് വന്ന വളരെ കുറച്ച് ചോദ്യങ്ങൾ ഒരു ചോദ്യം ഇതായിരുന്നു. ഓരോ സോഷ്യൽ വർക്കിന്റെ ഓരോ ജേർണൽസ് തന്നിട്ട് അത് ഏതൊക്കെ ഇയർ ആണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പൊ ഇത്രയാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത്. സിലബസിൽ നമ്മൾക്ക് ഇപ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഏതൊക്കെയാ? ഒന്ന്, നമ്മുടെ റിസർച്ചിന്റെ എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചോദ്യം, പിന്നെ സോഷ്യൽ പോളിസീസ്. ഇത് ഈ 3 മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും ഒക്കെ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അത് കുറേ പേർക്ക് അറിയാവുന്ന ഒരു മൊഡ്യൂളാണ്. നമ്മൾ വളരെ ബേസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊഡ്യൂളാണ് കേസ് വർക്കും ഗ്രൂപ്പ് വർക്കും. സോഷ്യൽ വർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സോഷ്യൽ കേസ് വർക്കും സോഷ്യൽ ഗ്രൂപ്പ് വർക്കും ആയിരിക്കും നമുക്ക് അറിയുന്നുണ്ടായിരിക്കുക, അല്ലെ? നമ്മൾ അതാണ് കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം പഠിച്ചു വരുന്നത് ആ ഒരു മൊഡ്യൂളുകളായതുകൊണ്ട് സോഷ്യൽ വർക്കിലേക്ക് ആദ്യം നമ്മൾ അഡ്മിഷൻ എടുത്താൽ തന്നെ ഈ മൊഡ്യൂൾസ് ഒക്കെ ആയിരിക്കും വരിക, കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്. അപ്പൊ അത് കുറേ പേർക്കൊക്കെ അറിയേണ്ടതായിരിക്കും. പക്ഷെ അത് മാത്രം പോരാ, നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഒരു വട്ടം നിങ്ങൾ ഇത് പഠിക്കേണ്ടു. ഒരു വട്ടം പഠിച്ചാൽ പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെ നമ്മൾ ഇത് റിവൈൻഡ് ചെയ്തെടുക്കുക വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വെക്കാവും. ഇത് ഇത്രയേ ഉള്ളൂ, ഒന്ന് വായിച്ചു വിട്ടാൽ പോകും. ഓക്കെ, ശരി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് 6 മാസം, ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നെറ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കാൻ പോകുന്നില്ല. നമുക്ക് JRF നേടിയെടുത്തേ പറ്റൂ, അല്ലേ? നമ്മൾ എന്തായാലും അടുത്തില്ല. അപ്പോൾ JRF നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞു സിലബസ് കറക്റ്റ് ആയിട്ട് നോക്കുക, അനലൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നമ്മൾ അനലൈസ് ചെയ്തേ പറ്റും. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണാപ്പാട് അങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മൊഡ്യൂളിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ മൊഡ്യൂൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഏത് ഏരിയയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടോ? റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കും, അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ചോദ്യവും അതിന്റെ ഉത്തരവും മാത്രം നോക്കാതിരിക്കുക. അത് മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കുക. എന്തൊക്കെയാണ് ബാക്കി ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? അപ്പൊ ആ ഓപ്ഷൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറയാണ് ഒന്നാം 5 ഇയർ പ്ലാനിൽ ഏത് മോഡലാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഹറോഡ് ഡോമർ മോഡലാണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു. പക്ഷെ അത് മാത്രം നോക്കാതിരിക്കുക, അതിന്റെ അപ്പുറത്ത് വേറെയും കുറെ മോഡൽസ് ഓപ്ഷനിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതും കൂടെ നോക്കി ഈ മോഡലൊക്കെ ഏത് 5 ഇയർ പ്ലാനിലാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരിക്കും ഗരീബി ഹട്ടാവോ ആയിരിക്കും. ഗരീബി ഹട്ടാവോ അപ്പൊ നമ്മൾ അപ്പം നോക്കി ഓപ്ഷനിൽ ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ഹറോഡ് ഡോമർ ആണല്ലോ ഒന്നാമത്തെ. പക്ഷെ അങ്ങനെ പഠിക്കാതിരിക്കുക. ഗരീബി ഹട്ടാവോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നോക്കുക, അത് ഏത് 5 ഇയർ പ്ലാൻ ആണ്, അത് 5ാമത്തെ 5 ഇയർ പ്ലാൻ ആണ്. അപ്പൊ നമ്മൾ അതും കൂടെ പഠിച്ചു ഇല്ലേ? ആകെ 12 5 ഇയർ പ്ലാനേ ഉള്ളൂ. നമ്മൾ അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? എളുപ്പം നമുക്ക് തീരും. ആ ഒരു ഏരിയ പിന്നെ നമ്മൾ കുറെയൊക്കെ കവർ ചെയ്ത് പോകും. നമ്മള് മിനിമൽ നോളജ് എന്നുള്ളതിനപ്പുറം നമുക്ക് മാക്സിമം ആ ഒരു ഏരിയയെ കുറിച്ചുള്ള നോളജ് കിട്ടും. അപ്പൊ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ട്രെൻഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇമ്പോർട്ടന്റും റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. വെയിറ്റേജും ഓരോ മൊഡ്യൂളിന് ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണതാണ്. അപ്പൊ നമ്മൾ അതും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താ, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഡെയിലി നമ്മൾ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ പഠിക്കാതിരിക്കുക. ഓക്കെ, ഇന്ന് പഠിച്ചു, ഇനി നാളെ പഠിക്കണ്ട, ഇനി മറ്റൊന്ന് പഠിക്കണ്ട. അപ്പൊ അങ്ങനെ പോവായിരിക്കും. നമ്മളൊരു ടാർഗറ്റ് വെക്കുക. ഒന്നെങ്കിൽ വീക്ക്ലി ടാർഗറ്റ് ആയിക്കോട്ടെ. നിങ്ങൾ ഡെയിലി ടാർഗറ്റ് വെക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ വീക്ക്ലി ടാർഗറ്റ്സ് എങ്കിലും വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വീക്ക് കൊണ്ട് ഇത്ര ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളൊരു സാധനം വെക്കാൻ വേണ്ടി ശ്രമിക്കാം. റിവിഷന് വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകൾ നമ്മൾ ഒരു വട്ടം നമ്മൾ പഠിച്ചു പോയി എന്ന് വെച്ചിട്ട് നമുക്കത് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഒന്ന് എക്സാമിന്റെ ഒരു 1 വീക്ക് മുന്നേ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും കൂടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബഫർ ഡേയ്സ് ഒക്കെ വെക്കുക. നമുക്ക് എന്താ പറയാ, അപ്പൊ നമുക്ക് വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കണം എന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് കാച്ചപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഡേയ്സ് ഒക്കെ സ്പെയർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവണം. നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിവിടെ പഠിച്ച് തീരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എക്സ്ട്രാ വേണം. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈറ്റ് ആയിട്ട് വെക്കരുത്. ഇനി 10 ദിവസം ഉണ്ട്, അപ്പൊ ഓരോ ദിവസം ഓരോ മൊഡ്യൂൾ, 10 ദിവസം കഴിഞ്ഞു, അങ്ങനെ പോരുത്. നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ്, അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
ഓക്കെ, 10 ദിവസം കൊണ്ട് 10 മൊഡ്യൂൾ തീർക്കാൻ പറ്റും എന്നല്ല കേട്ടോ പറയുന്നത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടെ ടൈം മാനേജ്മെന്റിനൊക്കെ നമുക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കാനും, നമ്മൾ ഒരു വട്ടം ഒരു ചോദ്യം കണക്ട് ചെയ്തിട്ട് ചോദ്യം വായിച്ച് നമ്മൾ ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചോദ്യം വരുമ്പോൾ എന്താണ് നമുക്കത് കിട്ടുമില്ല. ഇത് ഞാൻ വായിച്ചിട്ടുള്ള ചോദ്യമാണല്ലോ, ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം കണക്ട് ചെയ്യാൻ നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് തന്നെ വേണം. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ തുടക്കത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് ഒരു ആരംഭശുരുത്വം എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മോട്ടിവേഷൻ ഒന്ന് കുറയും. നമ്മളും ചിന്തിക്കും അപ്പൊ എന്താവും, ഇനി 6 മാസം ഉണ്ട് എക്സാമിന്, ഇപ്പൊ തന്നെ ഇതിന് വേണ്ടിയിട്ട് മറിക്കണ്ടല്ലോ എന്നുള്ളൊരു സാധനം വന്നാൽ തീർന്നു. നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓരോ ഈ പറഞ്ഞ പോലെ വീക്കിലിയും ഡെയിലിയും ടാർഗറ്റുകൾ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെന്താ, ടൈം മാനേജ്മെന്റ് മാസ്റ്റർ ചെയ്യുക. ടൈം മാനേജ്മെന്റ് മാസ്റ്റർ ചെയ്യണം നമ്മൾ പഠിക്കുമ്പോൾ മാത്രമല്ല, എക്സാം ഹാളിലും കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ് ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം 3 മണിക്കൂർ കൊണ്ട് നമുക്ക് 150 ചോദ്യം അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. അതിൽ എ പാർട്ടിൽ എന്ത് വരുന്നുണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വരുന്നതാണ്, ടേബിളും കണക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ എ പാർട്ടിൽ. അപ്പൊ ആ ചോദ്യങ്ങളിലൊക്കെ കൂടുതൽ സമയം നമ്മൾ അതിനെ ഫിക്സ് ചെയ്ത് തന്നെ വെക്കണം. 1 മണിക്കൂർ കൊണ്ട് ഞാൻ എ പാർട്ട് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ബി പാർട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും പറ്റുന്ന ഒരു കാര്യമാണ്. മാത്സും കാര്യങ്ങളൊക്കെ ചെയ്ത് 1.5 മണിക്കൂർ അതിലിരിക്കും, 50 ചോദ്യത്തിലിരിക്കും. പിന്നെ ബാക്കി 1.5 മണിക്കൂർ കൊണ്ട് ഈ ബി പാർട്ടിലുള്ള 100 ചോദ്യം ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1 മണിക്കൂറിൽ അത് തീർന്നാലും ഇല്ലെങ്കിലും അവിടെ വെച്ചിട്ട് നിങ്ങൾ ബി പാർട്ട് അറ്റൻഡ് ചെയ്യുക. ബി പാർട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും. കാരണം ബി പാർട്ടിൽ അധികം കണക്കും കാര്യങ്ങളും വരാത്തതുകൊണ്ട് നമുക്ക് സമയം കിട്ടുമായിരിക്കും. അപ്പൊ നിങ്ങൾ തിരിച്ച് എ പാർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ എന്താണ്, അതും ഇല്ല ഇതും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ട് പോകും. അവിടെ കണക്കുകൾ ചെയ്ത് കിട്ടൂല്ല, ചിലപ്പോൾ ഇതിന്റെ കുറെ ചോദ്യങ്ങൾ മിസ്സായി പോവുകയും ചെയ്യും അല്ലെ. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ പഠിക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് ആയിട്ട് ഒരു ടൈം വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെ. നമ്മൾ കുറേ നേരം ഇതിനു വേണ്ടിയിട്ട് ഇരുന്നാലും നമ്മൾ ആകെ ഫെറ്റീഗ് ആയി പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് പഠിക്കുക, കുറച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ പഠിക്കാം. ഒരു 6 മാസം ഉണ്ടല്ലോ, നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സമയം ഉണ്ട് നമ്മുടെ കയ്യിൽ. 10 മൊഡ്യൂളാണ് നമുക്ക് കവർ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഓരോ ദിവസം ഇത്ര ടൈം പഠിക്കുക. നമ്മൾ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയും ഇതിന്റെ കൂടെ ബാലൻസ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ മൊഡ്യൂളിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു മൊഡ്യൂളിനും മാത്രം എന്താ പറയാ സ്ട്രെങ്ത് മാത്രം നോക്കാതിരിക്കുക. വീക്ക് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അത് പറ്റി ഒഴിവാക്കാതെ കുറച്ച് അതിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ വീക്ക്നെസ് നമ്മുടെ സ്ട്രെങ്ത് ആയി, പിന്നെ നമ്മുടെ ഈ കയ്യിലത്, ഈ കയ്യിലല്ല. ഓക്കെ, ശരി, അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കുക. പിന്നെന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. തുടക്കം മുതൽ എങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോങ് ബ്രേക്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. ആദ്യത്തെ കുറച്ച് ദിവസം പഠിക്കും, പിന്നെ നമ്മൾ വിചാരിക്കും ഇനി ഒരു വേറെ പരിപാടി വരുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് വേറെ എക്സാം ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ നിങ്ങളുടെ സെമസ്റ്റർ എക്സാംസ് ഒക്കെ പഠിക്കുന്ന PG സെക്കൻഡ് ഇയർ ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എക്സാം ഒക്കെ വരും അവരുടെ. അപ്പൊ എന്താ, നമ്മളൊരു ബ്രേക്ക് എടുക്കും. ഓക്കെ, നെറ്റ് ഇനി അവിടെ നിൽക്കട്ടെ, ഇനി ഇത് പഠിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദിവസം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും ഇതിനു വേണ്ടി ഓരോ ടോപ്പിക് വെച്ചെങ്കിലും നമ്മൾ നെറ്റിലേക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാവുമ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു ചെയിൻ നിന്ന് ഔട്ടായി പോവില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഒരു വട്ടം ഈ ബുക്കൊക്കെ അടച്ച് മാറ്റി വെച്ചതാണ്, പിന്നെ നമ്മൾ അത് അവിടെ നിർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെ ഒഴിവാക്കാതിരിക്കുക. ഓരോ ദിവസം ചെറിയ ടോപ്പിക്കുകളിൽ, നമുക്കിപ്പോൾ സമയമില്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ഒഴിവാക്കാതെ ഒരു കുഞ്ഞ ടോപ്പിക് എങ്കിലും അന്നത്തെ ദിവസം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിക്കുക. നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പ്രോഗ്രസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റണം. സോ അത്രയാണ് വരുന്ന നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ ഒരു 6 മാസം കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇനി ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്രാവശ്യം എഴുതിയിട്ട് വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്തവരായിക്കോട്ടെ, ടൈമിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ആ ഒരു സമയത്ത്, അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ആ ഒരു സമയത്ത് നമ്മൾ എന്തിലൂടെയാവും കടന്നു പോകുക എന്നുള്ളത് വേറെ ആർക്കും പറയാൻ പറ്റുന്നതല്ല അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഇനി പ്രിപ്പയർ ചെയ്യുക. 6 മാസം നമ്മുടെ കയ്യിലുണ്ട്. ഡിസംബർ സൈക്കിളിലെ നെറ്റും JRF ഒക്കെ നമ്മുടെ കയ്യിലാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. അപ്പൊ താങ്ക് യു. നമുക്ക് എന്തായാലും കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. Bye bye.